ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ചക്ക പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ചക്ക വീണ് 4 കഷ്ണങ്ങളായി. നമുക്ക് മുറിക്കേണ്ടി വന്നില്ല. അപ്പോൾ വലിയ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തു. പിന്നെ നമ്മളും കറി വെക്കാനെടുത്തു കേട്ടോ. എന്നിട്ട് നല്ല ചക്കയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചക്കയുടെ എരിശ്ശേരി വെച്ചു. ഞങ്ങളുടെ സ്റ്റൈലിൽ, കൊങ്കണി സ്റ്റൈലിലാണ് വെച്ചത് കേട്ടോ. ഇത് ഇന്നലെ ഞങ്ങൾ പോസ്റ്റിൻ്റെ മുകളിൽ ഒരു കവുങ്ങ് വീണതായിരുന്നു. അപ്പോൾ KCBയിൽ കംപ്ലയിൻ്റ് ആയിട്ട് 1 മണിക്കൂറിനുള്ളിൽ വന്നിട്ട് അവരതൊക്കെ ശരിയാക്കി തന്നു. ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ മൂലയ്ക്ക് ഇങ്ങനെ ഈ ചെടീൻ്റെ ഒക്കെ ആ ഭാഗത്ത് പോയാൽ സ്പാർക്ക് അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പിന്നെ അവരത് മാറ്റി തന്നു. പിന്നെ അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ കവുങ്ങായിരുന്നേ. അപ്പോൾ പിന്നെ ഇവർ ഇന്നൊരു പണിക്കാരൻ വന്ന് അതൊക്കെ ശരിയാക്കി തന്നു. പിന്നെ ഇവിടെ കുറേ ബിലിമ്പി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇരുമ്പൻ പുളിയെന്നൊക്കെ പറയും. അച്ചാറിടാനൊക്കെ എടുക്കാറുണ്ട്, ഈ ഡ്രൈ അച്ചാറൊക്കെ. അതിനിടയ്ക്ക് വേദിൻ്റെ വക ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ അല്ലേ, ആൾ ഭയങ്കര സ്പിരിറ്റിലാണ്. പിന്നെ ശ്രേയസ് ആണെങ്കിൽ ആരും ഇല്ലയെന്ന് നോക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു കേട്ടോ, ഈ ഐസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്യാൻഡി ഉണ്ടല്ലോ, ഇത് ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി പെട്ടെന്ന് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നു. അത് നോക്കുമ്പോൾ കുറേ ഫ്ലേവർ ഉണ്ട്. ഒറിജിനൽ ഫ്ലേവറാണ്. ഈ ബ്ലൂബെറി, പിന്നെ പൈനാപ്പിള്, റാസ്ബെറി. ഈ പെനി എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ആണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു എല്ലാം. ഞങ്ങൾ കഴിച്ചു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൈനാപ്പിളും ബ്ലൂബെറിയാണ് കഴിച്ചത്. പിന്നെ റാസ്ബെറി അടിപൊളിയായിരുന്നു. പിന്നെ മാംഗോ നല്ല ജ്യൂസ്, നമ്മുടെ ഒറിജിനൽ മാംഗോ ജ്യൂസ് ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അത്ര മൂത്തിട്ടില്ല. പിന്നെ ഈ ഇപ്പോൾ മുറിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് കറി ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിശ്ശേരി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. പിന്നെ എല്ലാവർക്കും വീട്ടിൽ ചക്ക ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പോകുമ്പോൾ അവിടെ ഒരു കടച്ചക്ക ഞങ്ങൾ കൊങ്ങണീസിൻ്റെ ഒരു ഫേവറേറ്റ് വിഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഞാൻ പറഞ്ഞ ആ യുഗാദിക്കൊക്കെ കടച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഫേവറേറ്റാണ്. അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ ഉറപ്പായി ഉണ്ടാക്കും. പിന്നെ എന്നും കിട്ടിയാൽ എന്നും ഉണ്ടാക്കും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്ക നന്നാക്കാനിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം വേറെ പണിയിലായിരുന്നു. അങ്ങനെ ചക്ക ഓരോന്നായിട്ട് ചുളയെടുത്തിട്ട് അതിൻ്റെ ചക്കക്കുരു വേർതിരിച്ച് വെച്ച് അതിൻ്റെ ഒരു പണിയിലായിരുന്നു കേട്ടോ. ചക്ക എരിശ്ശേരി വെക്കുന്ന റെസിപ്പി ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ, ഞങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ നാളെ പിന്നെ ചക്ക പുഴുക്കായിരിക്കും. അതായത് ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇന്ന് എരിശ്ശേരിയാണെങ്കിൽ നാളെ പുഴുക്ക്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇത് കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ ഈ കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചേന മുറിക്കാനിരുന്നു. ചേന മുറിച്ചാൽ ചൊറിയുന്നാണ് കേൾക്കാറ്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ചേന മുറിക്കുമ്പോണ്ടല്ലോ, വെള്ളത്തിൽ കൈ തൊട്ടാൽ അപ്പം ചൊറിയും. അപ്പോൾ വെള്ളത്തിൽ കൈ ഇടാതെ ഇരുന്നാൽ കുഴപ്പമില്ല. ഇന്ന് ഞങ്ങൾക്ക് സാമ്പാറായിരുന്നു. അപ്പോൾ ഇത് വറുത്തരച്ച സാമ്പാറാണ്. ചേച്ചി ഉണ്ടാക്കിയ സാമ്പാർ പൊടി, മീൻസ് അതൊക്കെ ഇട്ടിട്ടാണ് വറുത്തരച്ചത്. ഓക്കെ, അങ്ങനെ പൊടിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്ത് ഇട്ട് അരച്ച് ഒക്കെ വെച്ച സാമ്പാറാണ്. ചേനയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ചക്കയിലേക്ക് വരാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചക്കയും കൊണ്ടിരുന്നു. അപ്പോൾ കുട്ടികളതാ ബിസിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവർക്ക് സ്ക്രീൻ ടൈം അങ്ങനെ കൊടുക്കാറില്ല. TV-യും ഫോൺ തീരെ കൊടുക്കാറില്ല, അനുവദിക്കാറില്ല. അത്യാവശ്യം ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്യും. പിന്നെ TV ആണെങ്കിൽ ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ സമയത്ത് കളിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് രണ്ടാളും ക്യാരംസിലാണ് കേട്ടോ. ചേച്ചി ഇന്ന് ക്യാരംസിൻ്റെ കോയിൻ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ അല്ലേ പിള്ളേർക്ക്. അങ്ങനെ ചേച്ചി ഇന്ന് കുറച്ച് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഇവർ രണ്ടാളും ചേട്ടൻ അനിയത്തിയെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. അങ്ങനെ അവളാണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഈ കോയിൻ ശേഖരണം പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലാണെങ്കിലിപ്പോൾ ഈ എരിശ്ശേരിക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ചക്ക ഇങ്ങനെ വേവിക്കുകയാണ്. പിന്നെ ചേനയുടെ ഉപ്പേരി റെഡിയായി.
ഇന്ന് രാമനവമി ആയിരുന്നു. വിദേശത്ത് നിന്ന് പോലും ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇവിടെ. നല്ല ശാന്തമായ അന്തരീക്ഷമാണ്, കുറേ പശുക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും രാമനാമമായിരിക്കും. നമ്മൾ ശാന്തമായ അന്തരീക്ഷമാണ്, മീൻസ് നമുക്ക് അവിടെ പോയി ഇരിക്കാൻ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കൊതിയാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം പോയിട്ടില്ല, കാഞ്ഞങ്ങാട് ആയിരുന്നിട്ടും ലാസ്റ്റ് പോയത് ഒരു 2 കൊല്ലം മുമ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇന്ന് നമുക്ക് ഈ തെങ്ങിൻ്റെ പൂക്കുല കിട്ടിയിട്ടോ, അത് പിന്നെ ഒരാൾക്ക് കൊടുത്തു. ഇന്നിപ്പോൾ ഈ എരിശ്ശേരി ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കാഞ്ഞങ്ങാടത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഉണ്ടാക്കാറുണ്ട്, എല്ലാവരും ഉണ്ടാക്കും ചക്ക കിട്ടിയാൽ. പിന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ശർക്കര ഇടാറുണ്ട്. പിന്നെ ഈ ശർക്കര ഇട്ട് കഴിക്കാത്തവർക്ക് അതുപോലെ തന്നെ വെക്കും, ശർക്കര വേണ്ടവർക്ക് കുറച്ച് മാറ്റി വെച്ച് ഉണ്ടാക്കും. ഇത് കുറച്ച് ബുക്സാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് ഞാൻ. കഴിഞ്ഞ കൊല്ലം വെക്കേഷന് കുറേ തിരക്കായി പോയി, അപ്പോൾ അങ്ങനെ അത്ര എഴുതിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കുറേ ഉണ്ടായില്ല എഴുതാനൊക്കെ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വെച്ചതാണ്. കുട്ടികൾ വെറുതെ ഇരിക്കുകയല്ലേ, മീൻസ് വെക്കേഷൻ അല്ലേ, അപ്പോൾ ദിവസവും ഓരോ പേജ് ഞാൻ എന്തായാലും അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കളി ഭയങ്കര പുരോഗമിക്കുകയാണ് കേട്ടോ. എഴുന്നേൽക്കാനൊന്നും ഉദ്ദേശമില്ലാണ്. ഞാൻ കുറേ വിളിച്ചു, പക്ഷേ ഊണ് കഴിക്കാൻ പോലും വരുന്നില്ല. അങ്ങനെ ഇത് കടച്ചക്ക ഫ്രൈ റെഡി ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കൊഴികെ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല കേട്ടോ. വൈകുന്നേരം ചായയാണ്, ശ്രേയസിനെ എന്നെ സഹായിക്കണം എന്ന് ഒറ്റ നിർബന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞതിനനുസരിച്ച് പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ റെഡിയാക്കി, പിന്നെ കുറേ ചോക്ലേറ്റും കൊണ്ട് വന്നു, അതും കഴിച്ച്. ശ്രേയസ് ഉച്ചക്ക് അച്ഛൻ്റെ കൂടെ പുറത്ത് പോയിട്ടേ ഈ ചോക്ലേറ്റ് ഡയറി മിൽക്ക് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊളിച്ച് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല, അപ്പോൾ രണ്ടും കൂടി ഫിനിഷ് ചെയ്യാനിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾക്ക് പരിപ്പ് വടയായിരുന്നു. അമ്മ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കൊങ്ങിണി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ആയാലും ഏത് സ്നാക്സ് ആയാലും അമ്മ എക്സ്പേർട്ടാണ്. അപ്പോൾ എല്ലാവരും പരിപ്പ് വടയൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ രസം ഉണ്ടാക്കിയിട്ടോ. രസം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് രസം, MTRൻ്റെ ഇൻസ്റ്റൻറ്റ് രസം പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കുറച്ച് രസം അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.